പ്രതിക്ക് തൃശൂർ വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി വ്യാപക തെരച്ചിൽ. 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ വിയ്യൂർ ജയിൽ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് കേരള പോലീസ്. പ്രതി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം പ്രതിയുടെ കൈവിലങ്ങ് മാറ്റിയിരുന്നെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം ചേരുന്നു. റാഫി, ഈ ബാലമുരുകന് വേണ്ടി നേരത്തെയും ബാലമുരുകൻ ഈ നിലയിൽ പോലീസിനെ വെട്ടിച്ചൊക്കെ ചാടിയിട്ടുള്ള ആളാണ്. കൂടുതൽ ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതായിരുന്നു, അതുണ്ടായില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആരെങ്കിലും നൽകുന്നുണ്ടോ റാഫി? ദിലീപ് കുമാർ, ബാലമുരുകനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സിറ്റി പോലീസ് ബാലമുരുകൻ്റെ ചിത്രം വിട്ടിട്ടുണ്ട്. ഈ ബാലമുരുകൻ രക്ഷപ്പെടുന്നതിന് മുൻപുള്ള ബാലമുരുകൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിന് മുന്നിലുള്ളത്. ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ബാലമുരുകൻ രക്ഷപ്പെടുമ്പോൾ കറുത്ത ഒരു ഷർട്ടും ഒപ്പം തന്നെ ഒരു വെള്ളമുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത്. ഈ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. 24ന്റെ സ്ക്രീനിൽ ഈ പുതിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇയാൾ രക്ഷപ്പെടുമ്പോൾ ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമാണ്. ഈ രീതിയിലുള്ള ഇപ്പോൾ ഇതിൽ കാണുന്ന 24ന്റെ സ്ക്രീനിൽ കാണുന്ന ആ രൂപസാദൃശ്യമുള്ള ഒരാളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അയാൾ അവസാനമായി ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു. ഇത്തരം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സമാനമായ ആരെയെങ്കിലും കാണുകയാണെങ്കിൽ പോലീസിനെ പ്രേക്ഷകർ അറിയിക്കുക. റാഫി, തുടരാം. തീർച്ചയായും ദിലീപ് കുമാർ, ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. രക്ഷപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിവരം ഈ പോലീസ് പങ്കുവയ്ക്കുന്നത് ബാലമുരുകൻ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് പോലീസ് സംഘം ഏതെങ്കിലും തരത്തിൽ ബാലമുരുകനെ സഹായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ബാലമുരുകൻ രക്ഷപ്പെടുന്ന സ്ഥലം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഈ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ കവാടത്തിന് 25 മീറ്റർ മാത്രം ദൂരത്ത് വെച്ചാണ് ബാലമുരുകന് ഇത്തരത്തിൽ വാഹനം നിർത്തിക്കൊടുക്കുന്നത്. ആ വാഹനം നിർത്തിക്കൊടുത്തതിന് ശേഷം ബാലമുരുകൻ്റെ വിലങ്ങ് 2 കൈകളിലായി അണിയിച്ചിരുന്നില്ല, വിലങ്ങ് അഴിച്ചിരുന്നു. ഈ വിലങ്ങ് അഴിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം പുറത്തിറങ്ങുന്നു. ഈ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി ബാലമുരുകൻ രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട ബാലമുരുകൻ ആദ്യം മതിൽ ചാടി കടക്കുന്നത് വിയ്യൂർ ജയിലിൻ്റെ വളപ്പിലേക്കാണ് എന്നാണ് തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ പോലീസിന് ചെറിയ സംശയങ്ങളുണ്ട്. കാരണം നേരത്തെ വിയ്യൂർ ജയിലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബാലമുരുകൻ. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു ബാലമുരുകൻ ഉണ്ടായിരുന്നത്. വിയ്യൂർ ജയിൽ പരിസരങ്ങളെല്ലാം ബാലമുരുകന് വ്യക്തമായി അറിയാവുന്നതാണ്. ഒപ്പം ഈ ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 10 മിനിറ്റിനകം വിയ്യൂർ ജയിലിൽ വിവരം അറിയിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് ഈ പോലീസിനുള്ളത്. തമിഴ്നാട് പോലീസ് വിവരം അറിയിക്കുന്നതിൽ വൈകിയിട്ടുണ്ട്, അവർക്കതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട് പോലീസ് സംഘം മദ്യപിച്ചിരുന്നോ എന്നൊരു സംശയവും ഇപ്പോൾ ഉണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട് പോലീസ് നൽകിയ വിവരങ്ങൾ അത് ശരിയാണോ എന്നുള്ളതാണ് പോലീസ് സംഘം പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ബാലമുരുകന് വേണ്ടിയുള്ള പരിശോധന തൃശ്ശൂരിലാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം മുൻപ് ബാലമുരുകൻ ജയിൽ ചാടിയപ്പോൾ സ്വീകരിച്ചൊരു രീതിയുണ്ട്. നേരത്തെ ബാലമുരുകൻ ജയിൽ ചാടിയപ്പോൾ തൃശ്ശൂരിൽ തന്നെ വെച്ച് ബാലമുരുകൻ കാത്തിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം കാത്തിരുന്നതിന് ശേഷമാണ് ഒളിച്ചിരുന്ന ബാലമുരുകൻ പുറത്തെത്തുന്നത്. അവിടുന്ന് പുറത്തെത്തിയ ശേഷം ഒരു ബൈക്ക് മോഷ്ടിക്കുന്നു. ആ ബൈക്ക് ഉപയോഗിച്ചാണ് കോയമ്പത്തൂരിലേക്ക് കടന്നത്. പിന്നീട് കോയമ്പത്തൂരിൽ നിന്നാണ് ബാലമുരുകനെ പിടികൂടാൻ കഴിഞ്ഞത്. ഈ തവണയും ബാലമുരുകൻ രക്ഷപ്പെട്ടപ്പോൾ ആ നിലയിൽ തന്നെ ആയിരിക്കാം മുന്നോട്ട് പോകുക. അതായത് എവിടെയെങ്കിലും ഈ രക്ഷപ്പെട്ടതിന് സമീപത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ബാലമുരുകൻ ഒളിച്ചിരിക്കാം. ഇപ്പോഴുള്ള പരിശോധനകളൊന്ന് അടങ്ങിയതിന് ശേഷം വീണ്ടും പുറത്തെത്താം. അതിനുശേഷം ഇവിടെ നിന്ന് ബാലമുരുകൻ്റെ ഏതെങ്കിലും ഒരു സങ്കേതത്തിലേക്ക് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറുക. ഇത് തന്നെയായിരിക്കും ബാലമുരുകൻ്റെ രീതി എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നത്.
എന്നുള്ളതും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ ബാലമുരുകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ 53 കേസുകളിൽ, അതായത് നൊട്ടോറിയസ് ക്രിമിനലാണ്. അത് ഒപ്പം തന്നെ ഡെക്കോയിറ്റി ഗ്യാങ്ങുകളുടെ രീതിയിലാണ് ബാലമുരുകന്റെ പ്രവർത്തനം. മോഷണം നടത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ അതിനോട് എതിർപ്പുണ്ടായാൽ ആളെ ആക്രമിക്കുക എന്നുള്ളതാണ് ബാലമുരുകന്റെ രീതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊലപാതക ശ്രമങ്ങൾക്കടക്കം ബാലമുരുകന്റെ പേരിൽ കേസുകളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം ബാലമുരുകന് മറ്റു ചില ബന്ധങ്ങൾ കൂടിയുണ്ട്. അത് ഈ മറയൂർ മേഖലയിലും ഒപ്പം തന്നെ കാന്തല്ലൂർ മേഖലയിലും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മേഖലയിലും എല്ലാം ബാലമുരുകന് ബന്ധങ്ങളുണ്ട്. ഈ ഗ്യാങ്ങുകളുമായി വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷപ്പെടലിന് ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിൽ തമിഴ്നാട് പോലീസ് നൽകിയ ഒരു വിവരം ഒരു കാർ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ കാറിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സാധ്യത കൂടി അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കണം. എന്തായാലും വിയ്യൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട, തൃശ്ശൂർ പോലീസിനെ തന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം ജനങ്ങൾക്കൊരു നിർദ്ദേശമായി ഈ പോലീസ് നൽകിയിരിക്കുന്നത് ഈ വാഹനങ്ങൾ റോഡരികിൽ വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരഭാഗത്തെല്ലാം വാഹനങ്ങൾ റോഡരികിൽ വയ്ക്കുമ്പോൾ താക്കോൽ ഈ വാഹനത്തിൽ ഇടരുത് എന്നുള്ളതാണ്. കാരണം നേരത്തെ ബാലമുരുകൻ രക്ഷപ്പെട്ടതെല്ലാം ഈ നിലയിലായിരുന്നു. ബൈക്കുകൾ ഈ താക്കോൽ ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കുക, ആ ബൈക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടുക, ഇതായിരുന്നു ബാലമുരുകന്റെ രീതി. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കൊടും ക്രിമിനൽ ബാലമുരുകൻ വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് ഇന്നലെ രാത്രിയാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നാണ്, തമിഴ്നാട് പോലീസാണ് ഈ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൊണ്ടുപോയതിന് ശേഷം തിരികെ കൊണ്ടുവരുമ്പോഴാണ് വിയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ബാലമുരുകൻ അവസാനമായി ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമാണ്. വേഷം മാറാൻ വിദഗ്ധനാണ് ഈ ബാലമുരുകൻ എന്നാണ് പോലീസ് പറയുന്നത്. ബാലമുരുകന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തുമ്പോഴും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബാലമുരുകൻ എന്ന ആ കുപ്രസിദ്ധ ക്രിമിനലിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസിന്റെ ഒത്താശയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.